കോഴിക്കോട് നിന്ന് കാണാതായ വേദവ്യാസ സ്കൂളിലെ 7ാം ക്ലാസ്സുകാരനെ കണ്ടെത്തി എന്ന വിവരം പുറത്തുവരുന്നു. ബീഹാർ സ്വദേശിയായ സംസ്കാർ കുമാറിനെയാണ് ഈ മാസം 24 മുതൽ കാണാതായത്. പൂനെയിൽ നിന്നാണ് കുട്ടിയെ കേരള പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മിഥില ബാലൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, ദിവസങ്ങളായി കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു. അതിനിടയിൽ ഇന്നലെ പുറത്തുവന്ന CCTV ദൃശ്യം, ട്രെയിനിൽ കയറുന്ന ദൃശ്യം, അതാണ് ഇതിൽ നിർണായകമായത്. പൂനെയിലേക്ക് പിന്നീട് അതിൻ്റെ തെരച്ചിൽ അന്വേഷണ സംഘം വ്യാപിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഈ കുട്ടി എന്തിനു പോയി? മറ്റ് വിശദാംശങ്ങൾ പോലീസ് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് മിഥില? രജിത്ത്, അത്തരം കാര്യങ്ങളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. നിലവിൽ ലഭ്യമായ വിവരം ഈ കുട്ടിയെ കണ്ടെത്തി എന്നത് മാത്രമാണ്. പൂനെ റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചാണ് കണ്ടെത്തിയിട്ടുള്ളത്. നടക്കാവ് പോലീസാണ്. രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കുട്ടിയെ കണ്ടെത്തുന്നതിന് ഏറെ നിർണായകമായതായിരുന്നു പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കന്യാകുമാരി പൂനെ എക്സ്പ്രസ് ട്രെയിനിൽ ഈ കുട്ടി കയറുന്ന ദൃശ്യങ്ങൾ. അതുകൊണ്ട് തന്നെ പൂനെ കേന്ദ്രീകരിച്ചായിരുന്നു കേരള പോലീസിൻ്റെ, പ്രത്യേകിച്ച് നടക്കാവ് പോലീസ് സംഘം അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഒടുവിലാണ് ഈ കുട്ടിയെ പൂനെയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. പൂനെയിൽ ഈ കുട്ടിക്ക് സുഹൃത്തുക്കൾ ഉണ്ടെന്ന ഒരു സൂചന ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു വേദവ്യാസ സ്കൂളിലെ മറ്റു കുട്ടികളോട് ഇക്കാര്യത്തിൽ കുട്ടി സംസാരിച്ചിരുന്നു എന്നൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ മറ്റ് ബന്ധുക്കളോ ആരും തന്നെ പൂനെയിൽ ഈ കുട്ടിക്ക് ഇല്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ CCTV ദൃശ്യങ്ങൾ തന്നെയാണ് പ്രധാനമായത്. ആ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ ആ കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത്. പൂനെ റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചാണ്. ഈ മാസം 24-നായിരുന്നു വേദവ്യാസ സ്കൂളിലെ 7ാം ക്ലാസ്സുകാരനായ ഈ വിദ്യാർത്ഥി, ബീഹാർ സ്വദേശിയാണ് ഇവൻ, ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും അതിസാഹസികമായി പുറത്ത് കടന്നത്. പിന്നീട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുന്നതും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നതും ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും നിർണായകമായത് ഈ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ കന്യാകുമാരി പൂനെ എക്സ്പ്രസ് ട്രെയിനിൽ കയറുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ആ ഒരു ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു നടക്കാവ് പോലീസിൻ്റെ അന്വേഷണം. റീജിത്ത്. ശരി, മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഈ കുട്ടി എന്തിനാണ് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. കുട്ടിയുമായി സംസാരിച്ച് പോലീസ് അതുമായി ബന്ധപ്പെട്ട് എന്താണ് അതിന് കാരണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്തും എന്ന് കരുതാം. അത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യാം. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് ഈ സ്കൂളിലെ അധികൃതരടക്കം പറയുന്നുണ്ട്. എന്താണ് അങ്ങനെ കുട്ടി പോകാൻ കാരണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരട്ടെ.